നമസ്കാരം സുഹൃത്തുക്കളെ. കെ സ്മാർട്ടിൽ പുതിയ അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. ലെയർ മാട്രിക്സ് സിസ്റ്റം മാറിയിട്ടുണ്ട്. അതിൻ്റെ വെർഷൻ 2 വന്നിട്ടുണ്ട്. 2025 ജനുവരി 6 മുതൽ പുതിയ വെർഷനാണ് വന്നേക്കുന്നത്. അത് നമുക്കെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം, എന്താണ് അപ്ഡേറ്റ്സ് നമുക്കറിയാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലെത്തുക. കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലെത്തിയതിന് ശേഷം ശ്രദ്ധിക്കുക, ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കെ സ്മാർട്ട് വെബ്സൈറ്റിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ സർവീസ് എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാൻ കഴിയും. സർവീസ് എന്നുള്ള പോർഷൻ, ക്വിക്ക് സർവീസ് അല്ല, സർവീസ് എന്നൊരു പോർഷൻ കാണാൻ കഴിയും. അതിനകത്ത് ബിൽഡിംഗ് പെർമിറ്റ്, സർവീസിനകത്ത് ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള പോർഷനിൽ എടുക്കുക. അവിടെ ലൈസൻസി സർവീസിൽ ലൈസൻസി യൂസർ മാനുവൽ എന്നുള്ളൊരു പോർഷൻ കിട്ടും. ലൈസൻസി യൂസർ മാനുവലിൽ കെ സ്മാർട്ടിൻ്റെ ലെയർ മാട്രിക്സ് സിസ്റ്റം, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ ലെയർ മാട്രിക്സ് സിസ്റ്റം പുതിയത് 2025 6 വന്നേക്കുന്ന വെർഷൻ 2 നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 2024 ഫെബ്രുവരിയിൽ റിലീസായിട്ടുള്ള വെർഷൻ 1 ആയിരുന്നു. അപ്പോൾ വെർഷൻ 2 ആണ് വന്നേക്കുന്നത്. അതിനനുസരിച്ചുള്ള ലെയർ മാട്രിക്സ്, ലെയറിൻ്റെ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് നമ്മളിനി പുതിയ ഡ്രോയിങ്സുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ ഡ്രോയിങ്ങുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ലെയർ മാട്രിക്സ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് കെ സ്മാർട്ടിൻ്റെ ലെയർ മാട്രിക്സിൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ കാണാൻ പറ്റും, ജനറൽ പെർമിറ്റിൻ്റെ കാണാൻ പറ്റും, സിംഗിൾ ഫാമിലിയുടെ ഒരു സാമ്പിൾ ഡ്രോയിങ് ഉണ്ട്, പ്ലസ് കൊമേഴ്സ്യൽ അപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ സാമ്പിൾ ഡ്രോയിങ്ങും അവിടെ നിലവിൽ തന്നിട്ടുണ്ട്. ഇത് 3-4 നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ ഡ്രോയിങ്സ് നമ്മളെല്ലാം ചെയ്തു പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ ലെയർ മാട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് പുതിയ ഫയലുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. പഴയ സംഭവങ്ങൾ ഉപേക്ഷിക്കുക, പുതിയ ലെയർ മാട്രിക്സ് സിസ്റ്റം യൂസ് ചെയ്യുക. ഇത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇതെടുത്ത് ഉപയോഗിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഇതിലെന്താണ് പുതിയ മാറ്റങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജനറൽ സർവീസും ഉണ്ട്, സെൽഫ് ഉണ്ട്. സെൽഫിലുള്ള മാറ്റം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതെല്ലാം അവർ ക്ലൗഡ് ചെയ്തിട്ടിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നേക്കുന്ന പോർഷനുകളെല്ലാം അവർ ലെയർ മാട്രിക്സിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലൗഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്നറിയാൻ വേണ്ടി, പ്രത്യേകം അറിയാൻ വേണ്ടി ക്ലൗഡ് ചെയ്ത് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ ക്ലൗഡ് ചെയ്തിട്ടേക്കുന്നത്. പ്ലാൻ ഇൻഫോയുടെ അകത്തും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അഡീഷണൽ കുറച്ച് ഇൻഫോസ് കയറിയിട്ടുണ്ട്. അതിനാണ് ആ ഒരു മാറ്റങ്ങൾ വന്നേക്കുന്നത്. പിന്നെ സാമ്പിൾ ഷീറ്റിൻ്റെ ഒരു ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. A3 സൈസ്, A2 സൈസ്, A1 സൈസിന് എല്ലാത്തിനും പ്രത്യേകം ഒരു ഷീറ്റ്, സാമ്പിൾ ഷീറ്റിൻ്റെ ഒരു സൈസ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പോർഷൻ നമ്മൾ സ്പേസ് റിസർവ് ചെയ്ത് ഇടണമെന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, നമ്മുടെ പെർമിറ്റിൻ്റെ അത് പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നമുക്ക് അടുത്ത ഡ്രോയിങ്ങിന് ഈ ഒരു സാമ്പിൾ സൈസ് എടുത്തിട്ട് ഈ ഒരു സ്പേസിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്ങിൽ ആ ഒരു പെർമിറ്റ് വരുന്ന പോർഷൻ എളുപ്പത്തിന് കാണാൻ പറ്റും. പിന്നെയുള്ള മാറ്റങ്ങൾ ഈ ആഡിൽ വന്നിട്ടുണ്ട്. അതിൽ പെർമിസിബിൾ ബിൽഡിംഗ് ലൈനും അതിനുള്ള ലെയറുകളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും പറയാനുള്ളത് നോട്ടിഫൈഡ് റോഡ്, സൈറ്റ് പ്ലാനിൽ നോട്ടിഫൈഡ് റോഡ് സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുന്നത് IBPMS-ലൊക്കെ ചെയ്യുന്നത് പോലെ ക്ലോസ്ഡ് പോളി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, 2 ലൈനായിട്ട് മാർക്ക് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കത് സാമ്പിൾ പഴയ ഡ്രോയിങ്ങിൽ നോക്കിയാൽ മതി. 2 ലൈനായിട്ടാണ് ഇതിപ്പം കൾജിസാക്കായാലും നോട്ടിഫൈഡ് റോഡായാലും ഏത് റോഡായാലും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സാമ്പിൾ ഡ്രോയിങ്ങിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. സാമ്പിൾ ഡ്രോയിങ്ങിൽ സൈറ്റ് പ്ലാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് മാർക്ക് ചെയ്തേക്കുന്നത് 2 പോളി ലൈനായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ക്ലോസ്ഡ് പോളി ആയിട്ടല്ല, സെപ്പറേറ്റ് 2 ലൈനായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ഡ്രോയിങ്ങിൽ വന്നേക്കുന്നത്. എന്ത് മാറ്റമാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് അവർ ലെയർ മാട്രിക്സ് സിസ്റ്റത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് പുതിയ മാറ്റങ്ങൾ. ഈ പുതിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തായിട്ടുള്ളത് ആക്സസറി ബ്ലോക്സിന് സെപ്പറേറ്റ് ഒരു ലെയർ വന്നിട്ടുണ്ട്. അത് ക്ലൗഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലോർ പ്ലാൻസിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കട്ടൗട്ട്സിന് വേണ്ടി സെപ്പറേറ്റ് ലെയർ വന്നിട്ടുണ്ട്. എവിടെയൊക്കെ കട്ടൗട്ട്സ് ഉണ്ടോ അതിനെല്ലാം സെപ്പറേറ്റ് ലെയർ വന്നിട്ടുണ്ട്. കിച്ചന് വേണ്ടി ഒരു സെപ്പറേറ്റ് പുതിയ ലെയർ വന്നിട്ടുണ്ട്. ഷീറ്റ് റൂഫിന് വേണ്ടി പ്രത്യേകം ലെയർ വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, ഷീറ്റ് റൂഫായിട്ടുള്ള ബിൽഡിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ലെയർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കവറേജ് ഫുട് പ്രിൻറ്റിനും പുതിയ ലെയർ വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പുതിയ ലെയർ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഡ്രോയിങ് ചെയ്യുക.
ഇതുപോലുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ജനറൽ പെർമിറ്റിലും വന്നിട്ടുള്ളൂ. അതും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പുതിയ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ലെയർ സിസ്റ്റത്തിലാണ്. അറിയാത്തവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ലെയർ സിസ്റ്റം വന്നിട്ടുണ്ട്. പുതിയ ലെയർ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ കൂടുതൽ സംശയങ്ങളുള്ളവർ കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കുക. അവർ പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസവും, ഇപ്പോൾ നേരത്തെ തിങ്കളാഴ്ച മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. 4 മണി തൊട്ട് 6 മണി വരെ കെ-സ്മാർട്ടിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മളത് നോക്കുക. അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കെ-സ്മാർട്ടിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.